ട്രാവൽ ടാങ്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് കൽപ്പാത്തിയിലുള്ള ജില്ലാ പൈതൃക മ്യൂസിയം കാണാനാണ്. പാലക്കാടിൻ്റെ പൈതൃകങ്ങളായ കുറേ സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പാലക്കാട് ജില്ലയുടെ സമ്പന്നമായ കലാ കാർഷിക പൈതൃകം പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്ദർശകരെ കാത്തിരിക്കുന്നത് ചാത്തപുരത്തെ ജില്ലാ പൈതൃക മ്യൂസിയമാണ്. കോഴിക്കോട് പാലക്കാട് ഹൈവേയിലെ ചാത്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം പാലക്കാട് പട്ടണത്തിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയാണ്. തമിഴ് ബ്രാഹ്മണർ ആദ്യമായി പാലക്കാട്ടിലേക്ക് കുടിയേറിയ സാംസ്കാരിക സംയോജനത്തിൻ്റെ കേന്ദ്രമായ കൽപ്പാത്തിക്ക് സമീപമാണ് ഈ മ്യൂസിയം. 20 രൂപയാണ് പ്രവേശന ഫീസ്. പാലക്കാടിൻ്റെ ഉജ്ജ്വലമായ സംഗീത പാരമ്പര്യങ്ങൾ ഭാവി തലമുറയിലേക്ക് എത്തിക്കും വിധം സംഗീതത്തിന് പ്രാധാന്യം നൽകി ഒരു മ്യൂസിയം എന്ന നിലയിൽ വളരെ അപൂർവമായ സംഗീതോപകരണങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. പ്രശസ്ത മൃദംഗ വിദ്വാൻ മണി അയ്യരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു ഹാളിൽ 6 ഗാലറികളിലായാണ് മ്യൂസിയം ക്രമീകരിച്ചിരിക്കുന്നത്. ഗാലറികളുടെ പ്രധാന ആകർഷണം സംഗീതമാണ്. ആഘോഷങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങൾ ഉദയം ഗാലറിയിൽ കാണാം. മരടകം ഗാലറിയിൽ ജില്ലയിലെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉത്സവം ഗാലറിയിൽ ജില്ലയിലെ വിവിധ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. തുള്ളൽ, തോൽപ്പാവക്കൂത്ത്, ഗ്രാമപ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള ആക്ഷേപഹാസ്യമായ പൊറോട്ട് നാടകം എന്നിവയുടെ കലാരൂപങ്ങളെക്കുറിച്ചുള്ള ഒരു ഗാലറിയാണ് നവരസം. പുരാണം ഗാലറിയിൽ എല്ലാ ഗാലറികളുടെയും ഒരു സംക്ഷിപ്ത വിവരണം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ടച്ച് സ്ക്രീൻ കിയോസ്കുകളും ഓഡിയോ വിഷൻ ഗൈഡുകളും ലഭ്യമാണ്. 3 ടിവികളിലെ ഒരു വലിയ ഡിജിറ്റൽ ആർട്ട് ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. പഞ്ചവാദ്യം, ചെണ്ട എന്നിവ ഉണ്ടാക്കുന്ന രീതി ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ സന്ദർശകർക്ക് വിശദീകരിച്ച് നൽകുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, പല്ലാവൂർ സഹോദരന്മാർ എന്നിവരുൾപ്പെടെ പാലക്കാട്ടു നിന്നുള്ള പ്രശസ്തരായ കലാകാരന്മാരുടെ ഛായാചിത്രങ്ങളും ഇവിടെ കാണാം. സന്ദർശന സമയം രാവിലെ 9:30 മുതൽ 4:30 വരെ. ചെണ്ടയുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചെണ്ടയുടെ പ്രധാന ഭാഗം പ്ലാവിൻ്റെ മൃദുവായ തടി കൊണ്ടാണ് നിർമ്മിക്കുന്നത്. തടിയുടെ വളയങ്ങൾ നിർമ്മിക്കുന്നത് പനയുടെ തായ്തടി കൊണ്ടോ മുള കൊണ്ടോ ആണ്. മൃഗചർമ്മം വലിച്ചുകെട്ടി തണലിൽ ഉണക്കിയെടുക്കുന്നു. ഉണക്കിയ തുകൽ തടിയുടെ വളയങ്ങളിൽ ഉറപ്പിക്കുന്നു. ആളുടെ ശരീരഭാരം ഉപയോഗിച്ചാണ് തുകൽ മുറുക്കുന്നത്. തുകലിൻ്റെ വക്കിൽ വൃത്താകാരത്തിൽ സമതുലിതമായ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു. തുകലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഒട്ടിക്കുന്നു. തുകലിൽ അതിൻ്റെ തന്നെ ചെറിയ കഷ്ണങ്ങൾ ഒട്ടിച്ച് ബലപ്പെടുത്തുന്നു. വക്കിൽ മറ്റൊരു പാളി തുകലൊട്ടിച്ച് ശക്തി കൂട്ടുന്നു. തുകലുകളിൽ വക്കിൽ സമതുലിതമായ സുഷിരങ്ങൾ ഇടുന്നു. ഇടത്തും വലത്തുമുള്ള വളയങ്ങൾ ഒരു കയറിട്ട് പ്രധാന ഭാഗവുമായി ഉറപ്പിക്കുന്നു. കയറിനെ മുറുക്കി ചെണ്ടയുടെ ധ്വനി കൃത്യമാക്കുന്നു.